മന്ത്രി നേരിട്ടെത്തി ചർച്ച ചെയ്തിട്ടും അയയാതെ ലത്തീൻ സഭാ നേതൃത്വം. മന്ത്രി വന്ന് കണ്ടതുകൊണ്ട് മാത്രം മഞ്ഞുരുകില്ലെന്നും ചരടുവലികളും അന്തർനാടകങ്ങളും കാരണമാണ് മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടതെന്നും സഭാ നേതൃത്വം വ്യക്തമാക്കി. ഫിഷറീസ് വകുപ്പ് മുസ്ലിം ലീഗിന് നൽകിയതിലെ അതൃപ്തി പരിഹരിക്കാനായിരുന്നു മന്ത്രി വി അബ്ദുൽ ഗഫൂർ ലത്തീൻ സഭാ ആസ്ഥാനത്ത് എത്തിയത്. ഫിഷറീസ് വകുപ്പ് ലീഗിന് കൈമാറിയതുമായി ബന്ധപ്പെട്ട് ലത്തീൻ അതിരൂപതയുടെ ഭാഗത്തുനിന്ന് വലിയ അതൃപ്തിയും വിയോജിപ്പും നിലനിൽക്കുന്നതിനിടയിലാണ് അനുനയ നീക്കങ്ങളുടെ ഭാഗമായി ഫിഷറീസ് മന്ത്രി വി അബ്ദുൽ ഗഫൂർ വെള്ളയമ്പലത്തെ ലത്തീൻ അതിരൂപത ആസ്ഥാനത്തെത്തി സഭാ നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തിയത്. അതിനുശേഷം സഭ മുമ്പോട്ട് വെച്ച ആശങ്കകൾ പുലിമുട്ട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടടക്കം, അതോടൊപ്പം വിഴിഞ്ഞം പാക്കേജുമായി ബന്ധപ്പെട്ട് മുതലപ്പുഴയിലെ അപകടങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ സഭ മുമ്പോട്ട് വെച്ചുള്ള ആശങ്കകൾക്ക് കൃത്യമായ പരിഹാരം കാണുമെന്നായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. അതോടൊപ്പം ഫിഷറീസ് വകുപ്പ് മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള വകുപ്പാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒരു സ്വാഭാവികമായ ഒരു സൗഹൃദ സന്ദർശനമായിരുന്നു. പിതാവായിട്ട് കണ്ടു, എല്ലാ കാര്യങ്ങളും സംസാരിച്ചു, ഒരു സൗഹൃദം പങ്കിട്ടു. തീർച്ചയായിട്ടും ഇനി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇനിയും വരാലോ. അപ്പോൾ എല്ലാ കാര്യങ്ങളിലും ഒരുമിച്ച് എല്ലാ പിന്തുണയും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും ഒരുമിച്ച് മുമ്പോട്ട് പോകും. എന്നോട് പരിഭവമൊന്നും പറഞ്ഞില്ല, എന്നോട് സൗഹൃദമാണ് പങ്കിട്ടത്, സന്തോഷമാണ് അറിയിച്ചത്. തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളിലും ഒരുമിച്ച് പോകും. അതേസമയം ചരടുവലികളും നാടകങ്ങളും കൊണ്ടാണ് ലത്തീൻ സഭാ പ്രതിനിധിക്ക് മന്ത്രിസ്ഥാനം ലഭിക്കാതെ പോയതെന്നായിരുന്നു സഭാ വക്താവ് തുറന്നടിച്ചത്. അതോടൊപ്പം ഒറ്റ കൂടിക്കാഴ്ച കൊണ്ട് മഞ്ഞുരുകിയെന്ന് പറയാനാകില്ലെന്നും മുഖ്യമന്ത്രി നേരത്തെ തന്നെ ചില ഉറപ്പുകൾ നൽകിയിട്ടുണ്ടെന്നും അത് കൃത്യമായി പാലിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും സഭാ വക്താവ് വ്യക്തമാക്കി. നിങ്ങൾക്കറിയാമല്ലോ, ചില ചരടുവലികളും നാടകങ്ങളും കാരണമാണ് നമുക്ക് കിട്ടേണ്ട പ്രാതിനിധ്യം നമുക്ക് മന്ത്രിസഭയിലും കിട്ടാതെ പോയി, ലഭിക്കേണ്ട ഒരു വകുപ്പും നമുക്ക് ലഭിക്കാതെ പോയത്. അപ്പോൾ അതിൽ ആശങ്ക ഉണ്ടായിരുന്നു. അത് സൗഹൃദപരമായിട്ട് തന്നെ നമ്മൾ സംസാരിച്ചത് തീർക്കും. ഇടഞ്ഞു നിൽക്കുന്ന ലത്തീൻ സഭാ നേതൃത്വത്തെ അനുനയിപ്പിക്കാൻ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വലിയ തരത്തിലുള്ള ഇടപെടലുകളാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത്. മന്ത്രി CP ജോണും അതോടൊപ്പം K മുരളീധരനും കഴിഞ്ഞ ദിവസം സഭാ ആസ്ഥാനത്തെത്തി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ഫിഷറീസ് മന്ത്രി തന്നെ നേരിട്ടെത്തിയിരിക്കുന്നത്. ഇനി മുഖ്യമന്ത്രി തന്നെ മറ്റ് ചില ഇടപെടലുകൾ കൂടി നടത്തിക്കൊണ്ട് സഭയ്ക്ക് ഉണ്ടായിരിക്കുന്ന വിയോജിപ്പുകളും അതൃപ്തിയും രമ്യമായി പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കം സജീവമായി തന്നെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നടക്കുന്നുവെന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഓർത്തഡോക്സ് സഭയുടെ കാര്യത്തിലേക്ക് എത്തിയാൽ സർക്കാരിൽ പ്രാതിനിധ്യം ലഭിക്കുമോ എന്ന ചോദ്യത്തിന് ജനവികാരം മാനിച്ചുള്ള തീരുമാനം പ്രതീക്ഷിക്കുന്നതായി ഓർത്തഡോക്സ് സഭ. സ്പീക്കറെ അഭിനന്ദിക്കാൻ ഓർത്തഡോക്സ് സഭാ നേതൃത്വം നിയമസഭയിലെത്തി. നിയമസഭയിൽ സ്പീക്കർ തെരഞ്ഞെടുപ്പിന് സാക്ഷ്യം വഹിക്കാനായി ഒരുപാട് പൗരപ്രമുഖരും സാമുദായിക നേതാക്കളടക്കം നിയമസഭയിലേക്ക് എത്തിയിരുന്നു. ഇപ്പോൾ ഓർത്തഡോക്സ് സഭയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, അതോടൊപ്പം യൂഹനോന്മാർ, ദേസ്കോറസ് തിരുമേനി ഉൾപ്പെടെയുള്ളവർ എന്നോടൊപ്പം ചേരുന്നു. ഇന്നിങ്ങനെ ഇവിടേക്ക് എത്താനിടയായ സാഹചര്യം? ഞങ്ങൾ ബഹുമാനപ്പെട്ട സ്പീക്കറെ തിരഞ്ഞെടുക്കുന്നു. അദ്ദേഹം ഞങ്ങളുടെ കോട്ടയം സഭാകേന്ദ്രത്തിന് അടുത്തുള്ള MLA ആയതുകൊണ്ട് അദ്ദേഹത്തെ ഒന്ന് കാണുക, അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒന്ന് കണ്ട് അഭിനന്ദിക്കുക. ഈ രണ്ട് കാര്യങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു. അത് രണ്ടും ഞങ്ങൾക്ക് സാധ്യമായി. പക്ഷേ ഒരു ദുഃഖം കോട്ടയംകാർക്കൊക്കെ ബാക്കിയുണ്ടെന്നാണ് പറയുന്നത്. നമ്മുടെ അവിടെ നിന്നൊരു മന്ത്രിയില്ല. അത് ഓൾറെഡി അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞതാണ്. അതുകൊണ്ട് ഇനിയിപ്പോൾ അത് എന്തെങ്കിലും ഉറപ്പ് ലഭിച്ചിട്ടുണ്ടോ? അവർ അങ്ങനെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി വന്നതല്ലല്ലോ. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് അഭിനന്ദിക്കാൻ വേണ്ടി മാത്രം വന്നതാണ്. ഭരണാധികാരികൾക്ക് ആശംസ അർപ്പിക്കുവാനും ഭരണഘടനാപരമായ ഭരണം കാഴ്ചവെക്കുവാൻ അവർക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കാൻ മാത്രം വന്നതാണ്. അല്ല, അതിൽ ഒരു കാര്യം എടുത്ത് ചോദിക്കുന്ന കാര്യം, ഓർത്തഡോക്സ് സഭയുടെ ഒരു റെപ്രസെന്റേഷൻ ഉറപ്പ് നൽകിയിട്ടുണ്ടോ ഏതെങ്കിലും മേഖലയിൽ? ഞങ്ങൾ ഒരു ഉറപ്പ് വാങ്ങിക്കാനും വന്നതല്ല, ഉറപ്പിന് വേണ്ടി വന്നതുമല്ല, ഒന്നും വന്നതല്ല. പ്രതീക്ഷിക്കുന്നുണ്ട്. ജനവികാരം ഉൾക്കൊള്ളാൻ പറ്റുന്ന സർക്കാരാണ് ഇവിടെ ഉള്ളത്. ഭരണാധികാരികൾക്ക് അത് കഴിയും, പാർട്ടിക്കും അത് കഴിയും. ഓക്കെ, താങ്ക് യു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.